ഹായ്, എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അദ്ദേഹം എന്നോട് കുറച്ച് വർഷം മുന്നേ പറഞ്ഞത്, നിനക്കറിയാമോ, യേശുദാസിനെ തട്ടിക്കളയേണ്ടതായിരുന്നു. യേശുദാസിനെ തട്ടിക്കളയാനോ? ഇന്ത്യയിലോ? ആര് തട്ടിക്കളയാൻ? അതായത് ബോളിവുഡ് എന്ന് പറഞ്ഞ ഒരു അണ്ടർവേൾഡിൻ്റെ, നമുക്ക് ബോളിവുഡിനെ പറ്റി വലിയ ധാരണകളൊന്നുമില്ല, പക്ഷേ അണ്ടർവേൾഡ് എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ആ പടം നമുക്കറിയാവുന്നൊരു കാര്യം, ഈ ഗുണ്ടാ പിരിവുകൾ, ഈ ആര്യൻ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ നമ്മുടെ അഭിമന്യു പോലുള്ള സിനിമകളിൽ നമ്മൾ കാണുന്ന ഗുണ്ടാ പിരിവുകൾ, ഗുണ്ടകളെയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ തട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വേയിൽ നമുക്ക് അറിയാവുന്നതല്ലാതെ വേറെ ഒന്നും അറിയില്ല. അത് നമ്മൾ സിനിമയിൽ കാണുന്നതല്ലാണ്ട് റിയൽ ലൈഫിൽ ഒരാളെ തട്ടിക്കളയാൻ മാത്രമുള്ള അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വേറൊരു കാര്യമുണ്ട്. യേശുദാസ് ഏകദേശം ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഷകളിലും കൂട്ടി 50,000-ഓളം പാട്ടുകൾ പാടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും ആ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള സ്കിൽ അദ്ദേഹത്തിനുണ്ട്, ടാലൻ്റ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ അവിടെ നിലയുറപ്പിക്കാൻ സമ്മതിക്കില്ല. അതായത് അവിടെ പോയി നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ അവസരങ്ങൾ പോകും, അവർ തട്ടിക്കളയും. അവിടെ ചോദിക്കാനും പറയാനും ആളില്ല, നമ്മുടെ കേരളത്തിലെ പോലെയല്ല എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ച ചെറിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഞാനത് ശരിക്കും വിശ്വസിച്ചു. അത് വിശ്വസിക്കാനുള്ള കാര്യം പുള്ളി പറഞ്ഞത് തന്നെ എനിക്കറിവില്ലാത്തൊരു കാര്യമാണ്. പുള്ളി പറഞ്ഞത് വെച്ച് എൻ്റേതായിട്ടുള്ള ചെറിയ നോളജ് വെച്ച് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം എന്നെനിക്കും തോന്നി. കാര്യം നമുക്ക് വളരെ ദൂരമാണ് ബോളിവുഡിലുള്ള കാര്യങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെയുള്ള ലോ ആൻഡ് ഓർഡർ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ വിചാരിക്കണേക്കാൾ അപ്പുറമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ഞാനിപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ സമീപകാലത്ത് ഞാനൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഹിന്ദി സിനിമയിൽ ഞാൻ 100-200 പാട്ടുകളോളം പാടിയിട്ടുണ്ട്. ആ ഓരോ പാട്ടുകളും ജെംസാണ് എനിക്ക് ദൈവാധീനം കൊണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അവിടുത്തെ പ്രഷറും അവിടുത്തെ ആളുകൾ എന്നെ പുകച്ചൊതുക്കി എന്നൊക്കെ പല ആളുകളും പറഞ്ഞു കേട്ടു. പക്ഷെ അതല്ല സത്യം. ഞാനിവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കാൻ തുടങ്ങി. അതെൻ്റെ ഒരു ആവശ്യമായിരുന്നു, എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ മേൽനോട്ടവും അതിന് വേണ്ടിയിട്ട് ഓടുകയോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അക്യൂസ്റ്റിക്സും അതും ഇതുമൊക്കെ നോക്കാൻ എൻ്റെ അറിവിൽ കൂടിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ സമയത്ത് അവർക്കവിടെ നാളെ ആയിരിക്കും റെക്കോർഡിങ്. അപ്പോൾ SG ബ്ലാവ് എന്ന് പറഞ്ഞാൽ ഞാനുണ്ടാവില്ല. അപ്പോൾ അവർ അടുത്ത ആൾക്കും. അപ്പോൾ അത് തന്നെയാണ്, അത് ഡോക്ടർ പറഞ്ഞത് തെറ്റല്ല ഒരിക്കലും. അങ്ങനെ ഒരു ടോക്ക് കേരളത്തിലുണ്ടായിരുന്നു. അത് എല്ലാ ഫീൽഡിലും ഉണ്ടായിരുന്നു. അതായത് കേരളത്തിലെ മൊത്തം ഒരു സിനിമാ മേഖലകളിലും സംഗീത മേഖലകളിലും എല്ലായിടത്തും ആ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യേശുദാസ് സാറിൻ്റെ ഈ ഒരു സംഭാഷണത്തിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.